അസ്സലാമു അലൈക്കും. നിങ്ങളുടെ മാനസിക വിധാനം ഒരിത്തിരി താഴെയാണോ എന്ന് സലാം അടക്കുന്നത് കേട്ടപ്പോൾ തോന്നുകയാണ്. ആ വിധാനം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് ഉയർത്താൻ സമയം വേണ്ടതില്ല, ഒരു തീരുമാനമെടുത്താൽ മതി. അതിന്റെ ടെസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ രണ്ടാമതൊരു സലാം പറയുകയാണ്, നിങ്ങളുടെ വോൾട്ടേജ് ലെവലിൽ എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി. അതിന്റെ വോൾട്ടേജിന്റെ വിധാനമനുസരിച്ച് ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതും ആണ്. അസ്സലാമു അലൈക്കും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ വോൾട്ടേജ് ലെവല് മെച്ചമാണ് എന്നാണ് ബോധ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം ഞാൻ ഓർത്താൻ ആഗ്രഹിക്കുന്നത്, ഈ ക്ലാസ് ലെക്ചർ മെത്തേഡിൽ നീങ്ങുന്നതായിരിക്കില്ല. ഇത് ഇന്ററാക്റ്റീവ് ആയിരിക്കും, അഥവാ കൂടുതൽ സജീവമാകുന്ന ട്രെയിനിങ് മെത്തോളജിയിലൂടെ ആയിരിക്കും ഇത് നടക്കുന്നത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നു. പഠിക്കണമെന്നുണ്ടെങ്കിൽ എരിക് ബേൺ എന്ന സൈക്കോളജിസ്റ്റ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ശാഖയുണ്ട്. ഓരോ രക്ഷിതാവും ഓരോ അധ്യാപകനും ഓരോ സാമൂഹ്യ ജീവിയും നിർബന്ധമായി പഠിക്കേണ്ടതാണ് എന്ന് ഞങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാറുള്ള ട്രാൻസാക്ഷൻ അനാലിസിസ് TA എന്ന സൈക്കോളജിയിൽ അദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരുടെ ഉള്ളിലും മൂന്നാളുകളുണ്ട് എന്നാണ്. PAC എന്നാണ് അത് അറിയപ്പെടുന്നത്, പേരന്റ്, അഡൽട്ട് ആൻഡ് ചൈൽഡ്. പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടിയാകാൻ തയ്യാറായേ പറ്റൂ. വലിയ ആളുകൾ പഠിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയവനായി എന്ന മർക്കട മുഷ്ടിയിൽ മസിൽ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് വലിയ ആളുകൾക്ക് പഠിക്കാൻ കഴിയാത്തത് എന്ന ലളിതമായ മനഃശാസ്ത്ര തത്വം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ക്ലാസ് കഴിയുന്നതുവരെ ഈ സദസ്സിലെ എല്ലാവരെയും കുട്ടികളായി തരം താഴ്ത്തുകയാണ്. വലിയവൻ എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന അറബി വാക്കെന്താണ്? കബീർ എന്നാണ്. വലിയവൻ എന്നതിന് അറബി വാക്കാണ് കബീർ. കബീർ ആകുമ്പം കിബിറുകൾ. ഈ കബീർ ആകുന്നതിന്റെ കൂടെ കിബിർ എന്ന് പറയുന്ന അഹങ്കാരം നമ്മളിൽ വരുന്നത് കൊണ്ടാണ് വലിയ ആളുകൾക്ക് പഠിക്കാൻ കഴിയാതെ പോകുന്നത്. അതിന് നോക്കുക, മദ്രസയിൽ നിന്ന് വിട്ടതിന് ശേഷം എത്ര നമ്മൾ മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട് എന്നൊരു പരിശോധന നടത്തിയാൽ അന്ന് മദ്രസയിൽ നിന്ന് പഠിച്ചത് മറക്കാൻ നോക്കി എന്നല്ലാതെ പൊതുവായി പലരും മനഃപ്പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം സദസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ചോദ്യത്തിന് നിങ്ങളെ വിവരമോ വിവരക്കേടോ നിങ്ങൾക്ക് വിളിച്ച് പറയാം. രണ്ടാമത്തെ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. ഏതാണത്? വിവരക്കേട്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഞാൻ ഓർത്താൻ ആഗ്രഹിക്കുന്നു, നമ്മൾ എല്ലാവരുടെ തലയിലും വിവരക്കേടുണ്ട് എന്ന വിവരമുണ്ടാകുന്നത് നല്ലതാണ്. നമുക്കൊക്കെയുള്ള ധാരണ എന്താണ്? എന്റെ തലയിലുള്ളത് വിവരം ആണ് എന്ന തോന്നലാണ്. വിവരം മാത്രമല്ല, ഒരുപാട് വിവരക്കേടുകൾ നമ്മുടെ തലയിലുണ്ട് എന്ന വിവരം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ ഇതില് ഇന്ററാക്ഷനിൽ ചിലപ്പോൾ കൈവക്കാൻ ആവശ്യപ്പെടും, ചിലപ്പോൾ കണ്ണടക്കാൻ ആവശ്യപ്പെടും. ഇതൊക്കെ വരാൻ പോകുന്നതാണ്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ സഹകരിക്കണം. ക്ലാസ് ആ രീതിയിൽ ഇന്ററാക്റ്റീവായി പോകാൻ അതൊക്കെ ആവശ്യമാണ് എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുകയാണ്. ഇനി ഞാൻ അതിലെ ആദ്യം ക്ലാസ് തുടങ്ങുന്നത് തന്നെ ഒരു ലഘുവായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഈ ലോകത്ത് മനുഷ്യർ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? മനുഷ്യർ എന്നാണ് എന്റെ ചോദ്യം, മുസ്ലിം എന്നല്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? വെൽബീയിങ്. വേണ്ട, ഭക്ഷണം വേണം, സുഖം വേണം, ഭക്ഷണം വേണം, വേറെ സമാധാനം വേണം. ലോകസമാധാനം, മനസ്സമാധാനം. ലോകസമാധാനം തൽക്കാലം നടക്കൂല. മനസ്സമാധാനം നമുക്ക് ചിന്തിക്കാം, മനസ്സിലായി? യെസ്. ഭക്ഷണം വേണം. ഫുഡ് ഷെൽട്ടർ, റോട്ടി കപട മക്കാൻ, ദാറ്റ്സ് ഗുഡ്, ബേസിക് നീഡ്സ്. മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ്സ് ഗുഡ്. പിന്നെ ആരോഗ്യം വേണം, വളരെ പ്രധാനപ്പെട്ടതാണ്, പലരും പറയാൻ വിട്ടുപോകുന്നതാണ്. പിന്നെ വേറെന്താ വേണ്ടേ? അതെ, ഇതാണ് മറ്റൊരു ഡിസ്പ്യൂട്ട് വരാറുള്ളത്. വെൽബീയിങ്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ എന്ന്. ഇൻഷാ അല്ലാഹ് കം ടു ഇറ്റ്.
റൈറ്റ്? ഉന്നതമായ വിദ്യാഭ്യാസം വേണം, കുറഞ്ഞാൽ അപകടമാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അതാണ് ആദ്യം പറയേണ്ടത്. ഇത്ര നേരം വൈകിയതിന്റെ പാലക്കാട് ഇതാ ഞാൻ നോക്കുന്നത്. വാസ്തവത്തിൽ ആദ്യം പറയാറുള്ളത് എന്താ? നിങ്ങൾ പണമാണ്. അത് ആദ്യം പറയാറുള്ളത് പണമാണ്. ആരോഗ്യം പറഞ്ഞു, ഇങ്ങനെ പലരും പറയാറുണ്ട്, അധികാരം, പ്രശസ്തി എന്നൊക്കെ പറയാറുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്ന് എടുത്തു നോക്കാം. സാധാരണ കിട്ടുന്ന ആദ്യത്തെ മറുപടി പണം എന്നാണ്. അദ്ദേഹം പറഞ്ഞു വെൽബീങ്. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് ഓരോന്ന് എടുത്തു നോക്കാം. പണം എന്തിനാണ്? അപ്പൊ ചോദിക്കും, ആർക്കായി അറിയാത്തത്? എന്തിനാ പണം? ജീവിക്കാൻ. സാധാരണ കിട്ടുന്ന മറുപടിയാണ് പണം എന്തിനാണ്? ജീവിക്കാൻ. എങ്കിൽ അടുത്ത ചോദ്യം വരുന്നു, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? 24 മണിക്കൂർ നാം കാട്ടിക്കൂട്ടുന്നതുണ്ടോ? അതിന്റെ പേരാണ് ജീവിതം. Then what is life? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തന്നെ പ്രശ്നം. എല്ലാവരും പറയാറുണ്ട് ജീവിതം ജീവിതമെന്നും. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ചിട്ടില്ല. Hardest job on the earth. That's why so few people engage in it. ചിന്തിക്കുക എന്നതാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചു, പണം എന്തിനാണ്? നിങ്ങൾ എത്ര പേര് ചിന്തിക്കാൻ തുടങ്ങി? ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചത് ഇങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ മറുപടി പറഞ്ഞോട്ടെ, തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇതിനാണ് സാധ്യത. ഓക്കെ, ഫൈൻ. പണം എന്തിനാണ്? നോ ആൻസർ? എന്ത് ആൻസറും പറയാം. ആൾ ആൻസേഴ്സ് ആർ റൈറ്റ് ആൻസേഴ്സ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ. എക്സാക്ട്ലി, പെർഫെക്റ്റ് ആൻസർ. എന്തിനാണ് പണം എന്ന് ചോദിച്ചാൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്. ഇനി കേട്ടോളൂ, ജീവിതമെന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ്. ജീവിതമെന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ്. നാം ഇവിടെ ജനിച്ചത് പോലും 2 പേർ അവരുടെ ആവശ്യം നിർവഹിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ്. സാധാരണ നല്ല പറഞ്ഞാൽ മതി എന്ന് മാത്രം. 2 പേർ അവരുടെ ആവശ്യം നിർവഹിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ജനിച്ചത്. എനി ഡിസ്പ്യൂട്ട് ഓവർ ദാറ്റ്? നോ ഡിസ്പ്യൂട്ട്, ആൻഡ് ദേർ ക്യാൻ ബി നോ ഡിസ്പ്യൂട്ട്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ആവശ്യങ്ങളുടെ പരമ്പരയാണ്, മറ്റൊന്നുമില്ല. ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ആവശ്യ നിർവഹണത്തിന് നാം നെട്ടോട്ടം നടത്തുകയാണ്. ആ നെട്ടോട്ടം ആണ് ജീവിതം. ഇദ്ദേഹം പറഞ്ഞു, ഇനി ജീവിതത്തിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ് പണം എന്ന് വന്നു. ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആവശ്യം പൂർത്തീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആവശ്യം പൂർത്തീകരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? That's it. ആവശ്യം പൂർത്തീകരിക്കുമ്പോൾ സന്തോഷം അനുഭവപ്പെടുന്നു. ആവശ്യം പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ അസന്തോഷം അനുഭവപ്പെടുന്നു. When a need is satisfied, man is satisfied. ഇവിടെ സാറ്റിസ്ഫാക്ഷന്റെ അർത്ഥം മലയാളത്തിൽ വ്യത്യാസമുണ്ട്. When a need is satisfied, ഒരാവശ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ man is satisfied, that is, he is happy. ആവശ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ മനുഷ്യൻ സന്തുഷ്ടനാവുകയാണ് ചെയ്യുന്നത്. ആവശ്യം പൂർത്തീകരിച്ചില്ലെങ്കിലോ അവൻ അസന്തുഷ്ടനാകും. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രശ്നങ്ങൾ, അല്ലേ? പ്രശ്നങ്ങളേ ഉള്ളൂ, എല്ലാം ഉണ്ടാക്കലാണ് കേരള സംസ്കാരം. യെസ്, പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്താവൂല അവിടെ? ദാറ്റ്സ് ഇറ്റ്. എവിടെയാ പ്രശ്നം? മനസ്സിലായില്ലേ? ഏതായാലും ആവട്ടെ. ഇനി പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രോബ്ലം ഈസ് എൻ അൺമെറ്റ് നീഡ്. പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യത്തിനാണ് പ്രശ്നം എന്ന് പറയുന്നത്. പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യത്തിനാണ് പ്രശ്നം എന്ന് പറയുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം.